1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ മാറിയിട്ടില്ല. ആ 18-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എല്ലാവരും ആ വാക്യം കൃത്യമായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാനും കരുതട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെ ഒറ്റ വാചകത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ വാക്യത്തിലെ മറ്റ് വിഷയങ്ങളിലേക്കും ഒക്കെ കടക്കാം. നമുക്ക് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവിക ബോധം മനസാക്ഷിയിലുണ്ടായിട്ടും സൃഷ്ടാവായ ദൈവത്തെ മനഃപൂർവ്വം തള്ളിക്കളയുന്നവർക്കുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളയുന്നവർക്കുള്ള ദൈവകോപവും ദൈവിക ശിക്ഷയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആ ശിക്ഷ അവർക്കുണ്ടായിരിക്കുമെന്നും മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ പരിഹാരമാർഗമായിട്ട് ക്രൂശിൽ മരിച്ച യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ഏറ്റെടുത്തെന്നും നാം അവനിൽ ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിച്ചുവെന്നും മാത്രമല്ല, ഹൃദയം കൊണ്ട് നാം അവനിൽ വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമേറ്റുകൊണ്ട് സമർപ്പണ ജീവിതം നയിക്കുന്നവർക്ക് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പഠിക്കുവാനും സാധിച്ചു. എന്നാൽ അതേസമയം തന്നെ ഒരു വിശ്വാസി മനഃപൂർവ്വം പിന്മാറിപ്പോകുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരും ശിക്ഷാപാത്രങ്ങളാണെന്നും, വിശേഷാൽ 2-ാം അധ്യായം 5-ാം വാക്യപ്രകാരം വരുവാനുള്ള ദൈവക്രോധത്തിന്റെ സമയത്ത് നിത്യശിക്ഷാവിധിക്ക് അവർ യോഗ്യരാണെന്നും വചനം നമ്മെ ഓർപ്പിച്ചു. ആയതുകൊണ്ട് സുവിശേഷം എന്നത് മനുഷ്യന്റെ പാപാവസ്ഥയുടെ ഒരു ചിത്രം ആദ്യം അവന് നൽകിക്കൊണ്ട് പരിഹാരം കൽപ്പിക്കുന്ന ഒരു നല്ല വാർത്തയാണെന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ആദ്യം അവന്റെ പാപാവസ്ഥയുടെ ചിത്രം അവന് കൊടുക്കുന്നു. അനേകർ ഈ സുവിശേഷം കൈക്കൊള്ളുവാൻ താല്പര്യമില്ലാതെ സ്വയം ജ്ഞാനികളായി ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ, വിശേഷിച്ച് റോമാക്കാർ ഈ സുവിശേഷത്തെ ഭോഷത്വം, ഫൂളിഷ്നെസ് എന്നെണ്ണുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണെന്നാണ് ശ്ലീഹനായ പൗലോസ് ഓർപ്പിക്കുന്നത്. നോക്കുക, കൃപയാൽ നമുക്ക് ഈ സുവിശേഷ മാർഗത്തിലായി തീരുവാൻ അത്യുന്നതനായ ദൈവം ഈ അവനിയിൽ ഭാഗ്യം നൽകി. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു തിരിച്ചറിവിനായിട്ട് ഒരു ചിന്ത ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് കൈമാറാം. ഇതുവരെയാണ് നമ്മൾ ഏകദേശം എടുത്തു നിർത്തിയത്. ഇനി ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. പാപവും പാപിയും ദൈവത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്റെ കൂടെ വരണേ. ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആവർത്തിച്ച് പറയാം. പാപവും പാപിയും ദൈവത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവം അവയെ എതിർക്കുന്നു എന്ന ചിന്തയെക്കാളുപരിയായി, അതായത് ദൈവത്തിന് അവയെ ഇഷ്ടമല്ല എന്ന ചിന്തയെക്കാളുപരിയായി അവ ദൈവപ്രകൃതിക്ക് എതിരാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ കൂടെ നിങ്ങൾ വന്നല്ലോ അല്ലേ? ദൈവത്തിൻ്റെ ആ പ്രകൃതിക്കും ദൈവത്തിൻ്റെ ആ ഗുണഗണങ്ങൾക്കും എതിരായിട്ടാണ് പാപികൾ, പാപം ഇത് മുൻപോട്ട് പോകുന്നത്. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവ പ്രകൃതി അത് മാറ്റുവാൻ കഴിയുന്നതല്ല. നോക്കുക, ദൈവസഭയെ ദൈവത്തിൻ്റെ സ്വാഭാവിക സവിശേഷതകള് മാറ്റമില്ലാത്തവയാണ്. ദൈവം പരിശുദ്ധനാണ്, ദൈവം സത്യമാണ്, ദൈവം
നിത്യനാണ്. പാപവും പാപിയും ദൈവത്തെ എതിർക്കുവാൻ കാരണം എന്താ? സഭയെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കേട്ടോ. പാപവും പാപിയും ദൈവത്തെ എതിർക്കുവാൻ കാരണം ദൈവം പരിശുദ്ധനായതിനാലാണ്. ഒരു നുണയൻ അല്ലെങ്കിൽ ഒരു നുണയും നുണയനും ദൈവത്തെ എതിർക്കുവാൻ കാരണം എന്താ? ദൈവം സത്യമായതിനാലാണ്. നോക്കുക, അപ്പൊ പാപത്തിനും പാപിക്കും ദൈവസന്നിധിയിൽ ഒരിക്കലും വസിപ്പാൻ കഴിയുകയില്ല. നമ്മൾ ഈ 5-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 4-ാം വാക്യമുണ്ട് അതിനകത്ത്. ഞാനത് ചർച്ചിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ലെന്നാ പറയുന്നേ. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ലെന്നാ പറയുന്നേ. നോക്ക് സഭയെ, ദുഷ്ടൻ ദൈവത്തോടുകൂടെ പാർക്കയില്ല. പാപത്തോടും പാപിയോടും ദൈവം കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തിയല്ല. യെശയ്യാവ് കണ്ട സ്വർഗത്തിലെ സാറാഫ് അല്ലെങ്കിൽ ആ സാറാഫുമാർ, യെശയ്യാവ് കണ്ട സ്വർഗത്തിലെ സാറാഫുമാർ, യോഹന്നാൻ കണ്ട സ്വർഗത്തിലെ ജീവികൾ രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിച്ച് ആവർത്തിച്ച് പറയുന്ന വസ്തുത എന്തെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെയാണ്. വെളിപ്പാടിൽ പറയുകയാണ്, സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നാണ്. അവിടെ വിശ്രമം കൂടാതെ രാപ്പകൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ രാത്രിയും പകലും ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. മനുഷ്യ ചരിത്രത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയതാണെന്ന് മാത്രം. നോക്കുക, അപ്പോൾ സ്വർഗത്തിൽ സാറാഫുമാരും ജീവികളും അവർ ആവർത്തിച്ച് ആരാധിച്ച് പറയുന്നതായ പദങ്ങൾ അവൻ പരിശുദ്ധൻ 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 എന്നുള്ളതാണ്. നിർത്താതെ പറയുക. നോക്കുക ദൈവസഭയെ, ദൈവത്തിന്റെ പരിശുദ്ധി എന്നത് എവിടെയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താവുന്ന ഒന്നല്ല. ആമേൻ. നിങ്ങൾ എന്റെ കൂടെ വരണേ. ദൈവത്തിന്റെ വിശുദ്ധി, അവന്റെ പരിശുദ്ധി ഏതെങ്കിലും ഘട്ടത്തില് ആരെങ്കിലും കണ്ടുകൊണ്ട് ഏതെങ്കിലും സന്ദർഭത്തിലോ ഒന്നിനാലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താവുന്ന ഒന്നല്ല. ആൾ വലിപ്പത്തിലോ വലിപ്പക്കുറവിലോ ആളും തരവും നോക്കിയോ ദൈവത്തിന്റെ പരിശുദ്ധി പാപവുമായി കോംപ്രമൈസ് ചെയ്യുന്നില്ല. അത് പാശ്ചാത്യ രാജ്യമാകട്ടെ, അത് പൗരസ്ത്യ രാജ്യമാകട്ടെ, അങ്ങനെയൊന്നും വിചാരിച്ച് ദൈവം പാപവുമായി കോംപ്രമൈസ് ചെയ്യുന്നില്ല, പാപിയുമായും കോംപ്രമൈസ് ചെയ്യുന്നില്ല. സഭയുടെ ആൾപ്പെരുപ്പത്തിലോ സഭയുടെ ആൾ ചുരുക്കത്തിലോ ദൈവം പാപവുമായി കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത, സമൂഹത്തിലെ ഉന്നത വ്യക്തി പാപം ചെയ്യുമ്പോൾ അത് കണ്ണടച്ചേക്കാമെന്ന് കരുതും. എന്നാൽ സാധാരണക്കാരന്റെ പാപത്തിന് നേരെ കണ്ണു തുറന്നു രസിക്കുകയും മനുഷ്യന്റെ അനുരഞ്ജന നയങ്ങളും ക്രിയകളും അവനെതിരെ വരും, അല്ലേ? സ്തോത്രം. അപ്പൊ സാധാരണക്കാരന്റെ പാപത്തിന് നേരെ കണ്ണു തുറന്ന് രസിക്കുന്നവർ, സ്തോത്രം, അങ്ങനെ ചെയ്യുന്നതായ മനുഷ്യർ പോകട്ടെ. ഇവിടെ ആ സാധാരണക്കാരനെന്നോ വലിപ്പം കൂടി അസാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നതനായ വ്യക്തിയെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ചെയ്യുന്നതായ പാപത്തോട് ബന്ധപ്പെട്ട് നോക്കുക, ദൈവം അതിനകത്ത് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല. മനുഷ്യൻ അനുരഞ്ജന ക്രിയകൾ നടത്തുന്നവനാണ്, അങ്ങനെയുള്ള നയങ്ങൾ നടത്തുന്നവനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവമോ പാപത്തിന് നേരെ അനുരഞ്ജന പ്രഖ്യാപനം നടത്തുന്നവനല്ല. There is no compromise between the nature of God and sin. മനുഷ്യരങ്ങനെയാണ്. ഒരു വലിയവൻ പാപം ചെയ്താൽ അവനെ അത് അനുരഞ്ജനമായിട്ടുള്ള ഒരു ചെറുതിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഒരു പാവപ്പെട്ടവൻ ചെയ്താലോ അത് വലിപ്പത്തിൽ കൊണ്ടുവരും. എന്നാൽ ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ പാപത്തെ പാപവുമായി തന്നെ ദൈവം കാണുന്നു. രാജാവായ ദാവീദ് പാപം ചെയ്തപ്പോൾ അവനോട് അനുരഞ്ജനം ചെയ്യാതെ നീ പാപിയാണെന്ന് വെളിപ്പെടുത്തിയ ദൈവം, നോക്കുക, ദൈവം മുൻപാകെ നന്മ ചെയ്യുവാൻ താല്പര്യമില്ലാതിരുന്ന കായീനോട്
നീ അതിനെ കീഴടക്കണം. ഏതിനെ? പാപത്തെ. കാരണം പാപം വാതിൽക്കൽ കിടക്കുന്നു. അങ്ങനെ അറിയിപ്പ് നൽകിയവനായ ദൈവം ഒരു വിധത്തിലും പാപത്തോടോ പാപിയോടോ പിശാചിനോടോ കോംപ്രമൈസ് ചെയ്യാത്ത ദൈവമാണ്. ഒന്നും കൂടി ഞാൻ കടത്തി പറയാം, നെഗോസിയേഷൻ പോലും നടത്തുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, യേശു ഉപവസിക്കുന്നതായ ഘട്ടത്തിൽ പിശാചി വന്ന് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. നല്ലൊരു ഓഫർ കൊടുത്തല്ലേ. എന്നാൽ പിശാചിനോട് യേശു എന്ന് പറഞ്ഞ, സാത്താനെ എന്നെ വിട്ടു പോ. നോക്കുക, എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന നയമാണ് നമ്മുടെ കർത്താവിൻ്റെതെങ്കിൽ നാം മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അശുദ്ധനും അശുദ്ധവുമായ പിശാചും അവന്റെ ചിന്തകളും പ്രവർത്തികളും ദൈവത്തിനെതിരെയുള്ളതാണ്. അതിനോട് ഒരു കാരണവശാലും ദൈവം രമ്യതപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്നല്ലോ, സ്തോത്രം. അല്ലെ, ഞാനത് ഒറ്റ ശ്വാസത്തിന് അങ്ങ് പറഞ്ഞു പോയതാണ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. നോക്കൂ ദൈവസഭ, ഇനി നമുക്ക് വീണ്ടും 18-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം കേട്ടോ. അവിടെ കാണുന്നത് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നോക്കുക ദൈവസഭയെ, ഇവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് അവിടെ കാണുന്നത്. ദൈവം കോപിക്കുമോ എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ മറുപടിയാണ് ഈ വാക്യം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തോടും പാപിയോടും ദൈവം എതിർത്ത് നിൽക്കുന്നു. സ്തോത്രം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം കോപിക്കുന്നത്. കാരണം അവൻ പാപത്തിൽ വിരാജിക്കരുത്, അവൻ പാപിയായി മാറരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം വരിക. നിങ്ങൾക്കറിയാമോ, തിരുവഴുത്തിൽ ദൈവത്തിന്റെ കോപരംഗങ്ങൾ പലതുണ്ട്. ഒന്ന് സ്പീഡില് ഞാനൊന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാമേ. നമുക്ക് ദൈവം, നമ്മൾ വിശുദ്ധ വചനം വായിക്കുമ്പോൾ പല സ്ഥലത്തും ദൈവം കോപിച്ചിട്ടുണ്ട്. ആ കോപിച്ചിട്ടുള്ള രംഗങ്ങളിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കും, ചിലത് മാത്രം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഡ്യൂട്രോണമി ചാപ്റ്റർ 4:25. അവിടെ ദൈവം കോപിക്കുന്നത് വിഗ്രഹമുണ്ടാക്കിയതിനോട് ബന്ധപ്പെട്ട, വിഗ്രഹമുണ്ടാക്കിയാൽ ദൈവം കോപിക്കും. എല്ലാവർക്കും എഴുതാനുള്ള ഒരു സമയം തരികയാണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ 4:25. വിഗ്രഹമുണ്ടാക്കിയാൽ ദൈവം കോപിക്കുന്നു. ജോൺ ചാപ്റ്റർ 3:36. ജോൺ ചാപ്റ്റർ 3:36. യേശുവിനെ അനുസരിക്കാത്തവർക്ക് അല്ലെങ്കിൽ തള്ളിക്കളയുന്നവർക്ക്, യേശുവിനെ അനുസരിക്കാത്തവരുടെ മേൽ, തള്ളിക്കളയുന്നവരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുന്നു. റോമൻ ചാപ്റ്റർ 2:5. കഠിന ഹൃദയം, അനുതാപമില്ലാത്ത ഹൃദയമുള്ളവർ, ഇങ്ങനെയുള്ളവരുടെ മേൽ ദൈവം കോപിക്കുന്നു. റോമൻ ചാപ്റ്റർ 2:5. കഠിന ഹൃദയർ, അനുതാപമില്ലാത്ത ഹൃദയമുള്ളവർ, അവരുടെ മേൽ ദൈവം കോപിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 4:14. എക്സോഡസ് 4:14. ദൈവത്തെ എതിർക്കുന്നവരോട് ദൈവം കോപിക്കുന്നു. ദൈവത്തെ എതിർക്കുന്നവരോട് ദൈവം കോപിക്കുന്നു. ഫസ്റ്റ് തെസ്സലോനി ചാപ്റ്റർ 2:15 and 16. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, യേശുവിനെയും പ്രവാചകന്മാരെയും കൊന്നവരോട്, സുവിശേഷകന്മാരെ ഓടിച്ചു കളഞ്ഞവരോട്, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരോട്, സുവിശേഷ പ്രസംഗം വിലക്കുന്നവരോട്. അപ്പൊ എത്ര കാറ്റഗറി അവിടെ കാണുന്നേ? യേശുവിനെയും പ്രവാചകന്മാരെയും കൊന്നവരോട്, സുവിശേഷകന്മാരെ ഓടിച്ചു കളഞ്ഞവരോട്, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരോട്, സുവിശേഷ പ്രസംഗം വിലക്കുന്നവരോട്. അതാണ് നമ്മൾ 5-ാമത് 1 തെസ്സലോനി 2:15-16 കാണുന്നത്. ഇനി 6-ാമത്തത് നമ്പേഴ്സ് ചാപ്റ്റർ 12:1 and 9. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-9 വാക്യം. അവിടെ കാണുന്നത്, ദൈവത്താൽ നിയമിതരായിട്ടുള്ള അഭിഷക്തന്മാർക്ക് എതിരായി സംസാരിക്കുന്നവർ, അവർക്കെതിരെ ദൈവം കോപിക്കുന്നു. ദൈവത്താൽ നിയമിതരായിട്ടുള്ള ദൈവദാസന്മാർക്കെതിരായി സംസാരിക്കുമ്പോൾ ദൈവം കോപിക്കുന്നു. നമ്പേഴ്സ് ചാപ്റ്റർ 12:1 and 9. അടുത്ത യോശുവയുടെ പുസ്തകമാണ് കേട്ടോ. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം. യോശുവ ചാപ്റ്റർ 9:20.
അവിടെ കാണുന്നത് ദൈവത്തോടുള്ള നിയമവും സത്യവും ലംഘിക്കുമ്പോൾ ദൈവം കോപിക്കുന്നു. ദൈവത്തോടുള്ള നിയമവും സത്യവും ലംഘിക്കുമ്പോൾ ദൈവം കോപിക്കുന്നു. അടുത്തത് 8-ാമത്തേത് 2 ശമൂവേൽ 6:7 2 ശമൂവേൽ chapter 6 verse 7. ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ അശ്രദ്ധ കാണിക്കുന്നത്, ദൈവത്തിന്റെ വിശുദ്ധിയോട് ബന്ധപ്പെട്ട് അശ്രദ്ധ കാണിക്കുന്നത് അന്നേരം ദൈവം കോപിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള അശ്രദ്ധ. 9-ാമത്തേത് 2 Kings chapter 17 verse 16-18 ആണ്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 16 മുതൽ 18 വരെ ഉണ്ട്. അതിനകത്ത് തന്നെ 21 and 6 നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനകത്ത് തന്നെ 21:6 അവിടെ ദൈവം കോപിക്കുന്നതിന് പറയുമ്പോൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നതിന്, അന്യ ദേവന്മാർക്ക് കുട്ടികളെ വഴിപാടായി അർപ്പിക്കുന്നതിന്, ആഭിചാരം ചെയ്യുന്നതിന്, ലക്ഷണവിധിയൊക്കെ നടത്തുന്നതിന്, ഇതൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. 9-ാമത് നാം കാണുന്നത് 2 രാജാക്കന്മാർ 17:16 മുതൽ 18 വരെയും 21:6 നക്ഷത്രങ്ങളെ ആരാധിക്കുക, അന്യദേവന്മാർക്ക് കുട്ടികളെ വഴിപാടായി അർപ്പിക്കുക, ആഭിചാരം ചെയ്യുക, ലക്ഷണവിധി നടപ്പാക്കുക. ഇങ്ങനെയുള്ള തൽക്കാലം 9 കാര്യങ്ങൾ നാം പഠിച്ചുവല്ലോ. ദൈവം കോപിക്കുന്ന രംഗങ്ങൾ തിരുവഴുത്തിലുണ്ട്. സ്തോത്രം. തിരിച്ചറിഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകുവാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നോക്ക് ദൈവസഭയെ, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വിഷയം പെട്ടെന്ന് അവതരിപ്പിക്കാം. ഈ വാക്യം പറയുന്ന അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവം കോപിക്കുന്നുവെന്ന. സത്യത്തെ തടുക്കുക, സത്യത്തെ തടുക്കുക, സപ്രസ് ചെയ്യുക. ആ ഗ്രീക്ക് പദമുണ്ട്, കാറ്റേക്കോ എന്ന പദമാണ്. കാറ്റേക്കോ, KATECHO, KATECHO, കാറ്റേക്കോ. അത് ഒതുക്കുക എന്ന അർത്ഥം. അവിടെ പെട്ടെന്നുള്ള ഒരർത്ഥം വരുന്നുണ്ട്. ഒതുക്കുക, സത്യത്തെ അങ്ങ് ഒതുക്കി വിടുക സ്പീഡായിട്ട്. നോക്കുക ദൈവസഭ, എങ്ങനെയാണ് നമുക്ക് ഈ പദം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സത്യത്തെ തടുക്കുക എന്നത്. നോക്കുക, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, അതായത് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടും. നിങ്ങൾ ദൈവത്തെ എന്നറിയുമ്പോൾ, ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണമേ, യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ അല്ല കേട്ടോ, സൃഷ്ടാവെന്ന ദൈവത്തെക്കുറിച്ചുള്ള ആ ചിന്തയിലാണ് നിൽക്കേണ്ടത് കേട്ടോ. നോക്കുക, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, അതായത് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ മൈൻഡ് ചെയ്യാതെ, അത് സിമ്പിളായിട്ട് പറയാം, മനുഷ്യൻ മൈൻഡ് ചെയ്യാതെ മറ്റ് സൃഷ്ടികളെ സൃഷ്ടാവായി തെരഞ്ഞെടുത്തു, അംഗീകരിച്ചു കേട്ടോ. അതായത് സ്വന്തം പിതൃത്വത്തെ തിരസ്കരിച്ച് മറ്റൊന്നിനെ പിതാവായി കാണുന്ന പ്രകാരം മനുഷ്യൻ സത്യത്തെ ഒതുക്കി, സപ്രസ് ചെയ്തു, തടുത്തു കളഞ്ഞു. നോക്കുക, ഒരു ഫുട്ബോൾ, നന്നായി കാറ്റ് നിറച്ചിട്ടുള്ളതായ ഒരു ഫുട്ബോൾ വെള്ളത്തിൽ താഴ്ത്തിപ്പിടിക്കും പ്രകാരം വെള്ളത്തിന്റെ മുകൾ പരപ്പിലേക്ക് വരാതിരിക്കുവാൻ ജലാശയത്തിന്റെ ഉള്ളിൽ എത്രത്തോളം പ്രഷർ ചെലുത്തുന്നുവോ അതിനെയാണ് സപ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒതുക്കി തടുത്തു പിടിച്ചിരിക്കുന്ന അനുഭവം പോലെയാണ് ഇവിടെ കാണുന്നത് സത്യത്തിനെതിരെ. എന്നാൽ നമുക്കറിയാം, നമ്മൾ ഈ ന്യൂട്ടന്റെ 3rd law of motion നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, എവറി ആക്ഷൻ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന പ്രകാരം അവരുടെ ഒതുക്കലിന് നേരെ, അവരുടെ തടയിടലിന് നേരെ, അവരുടെ തടുക്കലിന് നേരെ ദൈവത്തിന്റെ റിയാക്ഷൻ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്. അത് തന്റെ കോപമാണ്. സ്തോത്രം. കണ്ടോ? അപ്പൊ മനുഷ്യൻ ഒതുക്കുക, സപ്രസ് ചെയ്ത് വെക്കുക.
ദൈവസഭയെ നോക്ക്, നമ്മൾ ഒരു നമ്മളൊന്ന് നടക്കാൻ ആഗ്രഹിക്കും, നമ്മൾ ഓടാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഒരു കാല് പുറകോട്ട് പോയാൽ പറ്റത്തുള്ളൂ. ഒരു കാല് പുറകോട്ട് പോകുമ്പോൾ ആ പ്രതലം അല്ലെങ്കിൽ ആ ഭൂമി നമ്മളെ പ്രഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ഈ സപ്രസ് എന്നുള്ള പദത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ നോക്കുക, ദൈവത്തിൽ നിന്നും എത്രത്തോളം അതിനെ പിന്തള്ളി ഓടുവാൻ കഴിയുമോ, സത്യത്തിൽ നിന്നും അവൻ ഓടി അകലുകയാ, അല്ലെങ്കിൽ തള്ളിക്കളയുകയാ, ഒതുക്കി വെക്കുക. അവൻ സൃഷ്ടാവാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടും അവർ ഒതുക്കുക. നോക്ക ദൈവസഭയെ, മനുഷ്യരെ ഏത് വിധത്തിലൊക്കെയാ ഈ സത്യത്തെ ഒതുക്കിയെന്ന് അറിയാമോ? സൃഷ്ടാവിനെ, നിങ്ങളെ കൊടുക്കുന്ന സൃഷ്ടാവിനെ പ്രകൃതിയിലൂടെ അറിഞ്ഞിട്ടും മനഃപൂർവമായി റിജക്റ്റ് ചെയ്യുന്നു. അറിഞ്ഞ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ താല്പര്യമില്ലാതെ അവർ മുൻപോട്ട് പോകുന്നു. മാത്രമല്ല മറ്റുള്ളവയെ ദൈവമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ നോക്കിയേ, മനുഷ്യർ ഏതൊക്കെ വിധത്തിലാ സത്യത്തെ ഒതുക്കുന്നത്, എങ്ങനെയാ ഒതുക്കുന്നത്, ഏതൊക്കെ വിധത്തിലാ അവര് മനഃപൂർവ്വം റിജക്ട് ചെയ്തു, ഡെലിബറേറ്റ്ലി റിജക്റ്റഡ്, അല്ലെങ്കിൽ ഡിനൈങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ്. ഒന്ന്, അങ്ങനെ അവർ മനഃപൂർവ്വം റിജക്ട് ചെയ്തു. രണ്ട്, മനഃപൂർവ്വം അവരറിയിക്കാതിരുന്നു. അല്ലെ, പരസ്പരം നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും കൂടുമ്പോൾ നമ്മൾ സംസാരിക്കും, സ്തോത്രം എന്ന പോലെ ഈ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ആരോട് അറിയിച്ചും കൂടിയില്ല, വെളിപ്പെട്ട കാര്യം അറിയിച്ചിട്ടുമില്ല. ഡെലിബറേറ്റ്ലി വിത്ത് ഹോൾഡിംഗ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തത്തെ അവർ പിടിച്ചു വെച്ചു, അവരറിയിച്ചില്ല. നോക്കപ്പോ, ഒന്ന് മനഃപൂർവ്വം റിജക്ട് ചെയ്തു, മനഃപൂർവ്വം അറിയിക്കാതിരുന്നു, മനഃപൂർവ്വം കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർത്തത് എന്താ? വേറെ ഏതോ ഒരു സൃഷ്ടിയെ എടുത്തുകൊണ്ട് വന്ന് ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിക്കുക, അല്ലെ? അപ്പൊ ഡെലിബറേറ്റ്ലി ആഡഡ് അതർ തിങ്സ്. ഒന്ന് റിജക്ട് ചെയ്തു, അറിയിക്കാതിരുന്നു, കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ വിധത്തിലാണ് മനുഷ്യൻ ദൈവത്തിന്റെ സത്യത്തെ ഒതുക്കിയത്. നോക്കുക, ദൈവത്തിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള സത്യങ്ങൾ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകം നമ്മൾ നേരത്തെ പഠിച്ച് അങ്ങോട്ട് കൂടുതലായിട്ട് വരാം. എന്നാൽ നമ്മൾ കോമൺ ഭാഗം മൊത്തമായിട്ട് നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് രണ്ട് ഇൻവിസിബിൾ തിങ്സ്, എറ്റേണൽ പവറും ഡിവിനിറ്റിയും. അത് ദൈവം വെച്ചിട്ടുള്ളതായ ഈ യൂണിവേഴ്സിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഓഫ് ഗാഡ് ആണ്, വസ്തുനിഷ്ഠമായ ഒരു സത്യമാണത്, ഡിവിനിറ്റിയും നിത്യശക്തിയും എന്നത്. എന്നാൽ മനുഷ്യൻ അതിനെ സപ്രസ് ചെയ്യുക, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുക, അറിഞ്ഞിട്ടും സംസാരിക്കാതെ നടക്കുക, അറിഞ്ഞിട്ടും വേറെ ആഡ് ചെയ്യുക. നിങ്ങൾക്കറിയാമോ ദൈവസഭയിൽ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൂടി കയറി പോകും കേട്ടോ, നിങ്ങൾ എന്റെ കൂടെ വരണേ. നോക്കുക, ഏദനില് ആദാമും ഹവ്വയും സത്യത്തെ ഒതുക്കി. എങ്ങനെ ഒതുക്കിയത്? സത്യം എന്തായിരുന്നു? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നുള്ളതായ സത്യം. എന്നാൽ അവർ അതിനെ ഒതുക്കുക. എങ്ങനെ? സാത്താന്റെ ചിന്തകൾക്ക് വശംവദരായി നിന്നുകൊണ്ട് ആ ഫലം അനുഭവിപ്പാൻ കൈനീട്ടി ദൈവഹിതത്തെ തടുത്തു. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്നേ. അപ്പോൾ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവികമായ സത്യത്തെ, അല്ലെങ്കിൽ ആ പറഞ്ഞ സത്യത്തെ അവർ തടുത്തത്, അവർ ഒതുക്കിയത് പിന്നിൽ വ്യാപരിച്ച ദുഷ്ട ചിന്തകൾ മൂലമായിരുന്നു. ആക്ഷൻ വരുന്നതിന് മുൻപ് പിന്നിൽ വ്യാപരിച്ച ചിന്തകൾ ഉണ്ടായിരുന്നു. നോക്ക ദൈവസഭ, മനുഷ്യരില് ഈ വിഡ്ഢിത്തം തെരഞ്ഞെടുക്കുന്നതിനെ മനുഷ്യരിൽ തന്നെ ഉറവിടങ്ങൾ ഉണ്ടെന്നേ. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഉറവിടങ്ങളുണ്ട്. അതൊരു പക്ഷേ മനുഷ്യനെ വിഡ്ഢിത്തം തെരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കും. പക്ഷെ അതിന് കീഴടങ്ങരുത്. നമുക്ക് നമ്മളിൽ തന്നെ പല സോഴ്സും ഉണ്ടാവും. അവർ ഓൺ സോഴ്സ് ഓഫ് ഫൂളിഷ് ചോയ്സ്. നമുക്കറിയാമല്ലോ, കയ്യിനെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങളുടെ ചിന്ത ഒന്ന് ഇവിടെ ഞാൻ നിർത്താം. അതായത് ഈ ഭാഗത്തൊന്ന് നിർത്തിപ്പോവാം. സത്യത്തെ തടുക്കുന്നതിന് പിന്നിൽ ഒന്ന് നമ്മൾ ആക്ഷൻ കാണുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് എന്താ? വേറെ ദുഷ്ടചിന്തകളുണ്ട്. കയ്യിനെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ.
കായീനോട് ദൈവം പറഞ്ഞു, വാതിൽക്കൽ പാപം കിടക്കുന്നുണ്ട്, നീ പാപത്തെ ജയിക്കണം. എന്നാൽ വാദിക്ക കിടന്ന പാപത്തെ കായീന് ജയിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് കായീന് സഹോദരനെ കൊല്ലുവാനുള്ള ചിന്തയാണ് വന്നത്. എന്റെ ചോദ്യം, ഇത് എവിടെ നിന്നാ വന്നേ? നമുക്ക് ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ ചിന്തിച്ചു പോകണ്ടേ. അവൻ ഇത് കൊല്ലുവാനുള്ള ചിന്ത എവിടെ നിന്ന് വന്നു? കാരണം കായീന് അതിനു മുൻപ് ഒരു മരണം കണ്ടിട്ടില്ല. കായീന് അതിനു മുമ്പ് ഒരു കൊലപാതകവും കണ്ടിട്ടില്ല. പിന്നെ കായീന് സഹോദരനെ കൊല്ലണമെന്നോ? സ്തോത്രം. ഇനി അടിച്ചാൽ ചത്തുപോന്ന് അറിയാതെ അടിച്ചാണെന്ന് പറഞ്ഞുകൂടാ, എന്തുമാകട്ടെ, ആ ചിന്ത അവൻ എവിടെ നിന്ന് വന്നു? അതാ പറഞ്ഞ, ആ ചിന്ത അവന്റെ ഉള്ളിൽ കൊണ്ടുവന്നൊരു സോഴ്സ് ഉണ്ട്, ഒരു ഉറവിടമുണ്ടായിരുന്നു. അതിനെ ജയിക്കണമെന്ന് ദൈവം അരുളപ്പാട് പറഞ്ഞിരുന്നു. നോക്കുക ദൈവസഭയെ, യേശാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സിംഗിൾ മീൽ ഓഫ് സ്റ്റ്യൂ, ഒരു പാത്രം പായസത്തെ ജയിപ്പാനായിട്ട് കഴിയാത്ത മനുഷ്യൻ. താൽക്കാലികമായി തനിക്ക് വിശപ്പടക്കണം, പക്ഷേ താൽക്കാലികമായി വിശപ്പടക്കുവാൻ താൻ ചെയ്തെന്താ? എന്നേക്കുമുള്ള തന്റെ ബേർത്ത് റൈറ്റ് നഷ്ടമാക്കി. സ്തോത്രം. എന്റെ ചോദ്യം, യേശാവിന് ഇത് വിൽക്കുവാനുള്ള ചിന്ത എവിടെ നിന്ന് വന്നു? സ്തോത്രം. ജ്യേഷ്ഠാവകാശം വിൽക്കണമെന്നുള്ള ചിന്ത എവിടെ നിന്ന് വന്നു? യാക്കോബ് ആവശ്യപ്പെട്ടു, അന്നേരം ആ വിൽപ്പനയ്ക്കുള്ള ചിന്ത തനിക്ക് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ സോഴ്സസ് ഉണ്ടായിരുന്നു ഉള്ളിൽ. സ്തോത്രം. അതിനെ ജയിക്കണമെന്ന സഭയെ പറയുന്നത്. നോക്ക സഭയെ, നമുക്ക് ഈ ദാവീദിനെ അറിയാം. ദാവീദ് ബേത്ശേബയോട് ബന്ധപ്പെട്ട് ചെയ്തതായ പാപങ്ങളുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് നോക്കുക, ഊരിയാവിനെ പടയുടെ മുൻപിൽ കൊണ്ട് നിർത്തി അവനെ കൊല്ലിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദാവീദിന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റി? ദാവീദ് എങ്ങനെയാണ് ഈ ചിന്തയിലേക്ക് വന്നത്? അപ്പൊ അതിനകത്തും വ്യാപരിച്ച മറ്റൊന്നുണ്ട്. കാരണം അവന് ജയിക്കുവാൻ കഴിയാതെ പോയ ചില രംഗങ്ങളുണ്ടായിരുന്നു. ജയിക്കേണ്ട രംഗങ്ങളായിരുന്നു അത്, പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല. സഭയെ, ഞാൻ നിങ്ങളോട് വേറെ കാര്യം ചോദിക്കട്ടെ. ഈ യോസേഫിനെ നമുക്കറിയാമല്ലോ. യോസേഫിന്റെ സഹോദരന്മാർക്ക് താൻ ഏറ്റവും ഇളയവനായിരുന്നു. അന്ന് സഹോദരന്മാര് അവനെ പിടിച്ച് പൊട്ടക്കണത്തിൽ ഇടുകയും ഇസ്മായിലർക്ക് വിൽക്കുകയും ഒക്കെ ചെയ്തു. കാര്യം അവർ ചെയ്തു. എന്നാൽ എന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇപ്പുറത്ത് യോസേഫ് മിസ്രൈമിൽ അധിപതിയായി വാഴുന്ന കാലം. എന്നാൽ ഈ സഹോദരന്മാർക്ക് തന്നെ വീണ്ടും മറ്റൊരു അനിയനും കൂടി ഉണ്ടായി, ബെന്യാമിൻ. എന്തുകൊണ്ട് ഈ സഹോദരന്മാര് യോസേഫിനോട് ചെയ്ത പോലെ അദ്ദേഹത്തോട് ചെയ്തില്ല? നോക്കണമേ. അതിന്റെ ഉത്തരം നമുക്കറിയാം. ഒന്ന്, യാക്കോബ് അത്രത്തോളം ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് ഈ ബെഞ്ചമിനോട് ബന്ധപ്പെട്ട് ചെയ്തത്. അത് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. നോക്കുക, അത്രത്തോളം അദ്ദേഹത്തെ ബെഞ്ചമിനെ അപ്പൻ കരുതിയിരുന്നു. പിന്നെ അത് മാത്രമല്ല, സഹോദരന്മാർക്ക് ഒരുപക്ഷെ യോസേഫ് നഷ്ടപ്പെട്ടതായ അനുഭവം ഉള്ളത് കൊണ്ട് അതിനകത്ത് അപ്പന്റെ ദുഃഖം ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം പിന്നെയും അപ്പൻ സ്നേഹിച്ച ഒരു ബെഞ്ചമിൻ വന്നപ്പോൾ അവനെതിരെ യോസേഫിനോട് ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഉണ്ട്, എന്തുകൊണ്ടാണ് ആ സമയത്ത് ഈ സഹോദരന്മാര് യോസേഫിനോട് ഇങ്ങനെയുള്ള നിഷ്ക്രിയത്വം ചെയ്യുവാൻ താല്പര്യപ്പെട്ടത്? അപ്പൊ സഭയെ നോക്കുക, കായീന്റെ അനുഭവം, യേശാവിന്റെ അനുഭവം, ദാവീദിന്റെ അനുഭവം, യോസേഫിന്റെ സഹോദരന്മാരുടെ അനുഭവം, ദൃഷ്ടാന്തങ്ങൾ ഒട്ടേറെയുണ്ട്. നോക്കുക, ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവർ ചെയ്തതായ പ്രവൃത്തി മൂലം അനുഭവിക്കേണ്ട വന്ന ദുഃഖത്തിന്റെ അനുഭവങ്ങളുണ്ട്. ദൈവസഭയെ നോക്കുക, നമ്മുടെ ഉള്ളിൽ നിന്നും ചിലപ്പോൾ ഒരു സോഴ്സ് പുറപ്പെടുകയാണ്. പാപത്തെ
തെരഞ്ഞെടുക്കണമെന്ന്, പാപത്തോട് കോംപ്രമൈസ് ചെയ്യണമെന്ന്, അതിനെ സ്വീകരിക്കണമെന്നുള്ളതായ ഒരു 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 ശക്തി നമ്മിൽ നിന്നും പുറപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു വിഡ്ഢിത്ത തീരുമാനത്തിലേക്ക് മനുഷ്യൻ മാറിയെന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ചോയ്സിനുള്ള ചിന്തകൾ മുളയ്ക്കുന്നത് ദുഷ്ടനിൽ നിന്നുമാണ്. അവൻ വിതയ്ക്കുന്നതിനാലാണ്. സ്തോത്രം. യേശു ആട്ടിപ്പായിച്ചെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളെ നാമും ആട്ടിപ്പായിക്കണം. സ്തോത്രം. കായീന് ജയിക്കാമായിരുന്നു, ഏശാവിന് ജയിക്കാമായിരുന്നു, നോക്ക് ദാവീദിന് ജയിക്കാമായിരുന്നു ആ ഘട്ടത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. നോക്ക് സഭയെ. അപ്പോൾ ഉള്ളിൽ എന്താണ് വർക്ക് ചെയ്തത്? അത് പുറത്ത് പ്രാബല്യത്തിൽ കൊണ്ടെത്തിക്കുക. ഇതാണ് സപ്രസ് ചെയ്ത് ദൈവത്തിന്റെ നീതിയെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യത്തെ പുറത്താക്കുന്നത്, അല്ലെങ്കിൽ തടയിടുന്നത്. ഉള്ളിൽ വർക്ക് ചെയ്യുകയാണ് ഒരു സോഴ്സ്. അതിൽ നിന്നും പുറത്തു വന്നതായ ചിന്തകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക, പ്രാബല്യത്തിൽ കൊണ്ടുവരിക. എന്ന പോലെ ഈ 18-ാം വാക്യം പറയുന്നത്, മനുഷ്യൻ സത്യത്തെ തടുത്തത് ഇനി നിങ്ങൾ എന്റെ കൂടെ വരണമേ എന്ന പോലെ ഈ വാക്യം പറഞ്ഞു തരികയാണ്. മനുഷ്യൻ സത്യത്തെ തടുത്തത് അനീതി കൊണ്ടാണെങ്കിലും പിന്നിൽ വ്യാപരിച്ചത് അഭക്തിയും അനീതിയുമായിരുന്നു. അൺഗോഡ്ലിനെസ് ആൻഡ് അൺറൈച്ചസ്നെസ്. കണ്ടോ? ഞാനിപ്പോ നിങ്ങൾ ഇനി ആ വിഷയം ഒന്ന് കൂലങ്കഷമായി ചിന്തിക്കണമേ. മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെയാണ് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നത്. അപ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന എന്തായിരുന്നു? അഭക്തിയായിരുന്നു. അൺഗോഡ്ലിനെസ് ആൻഡ് അൺറൈച്ചസ്നെസ് ഇവയായിരുന്നു. കണ്ടോ? അഭക്തിയും അനീതിയുടെയും വ്യാപാരം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. അനീതിയും അല്ലെങ്കിൽ അഭക്തിയും അനീതിയും. നോക്ക് ദൈവസഭയെ, വാട്ട് ഈസ് അൺഗോഡ്ലിനെസ്? വാട്ട് ഈസ് അൺറൈച്ചസ്നെസ്? എന്താണ് അഭക്തി? എന്താണ് അനീതി? ലളിതമാക്കി മുൻപോട്ട് പോകാം. അഭക്തി എന്നാൽ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നതാ. കണ്ടോ? അഭക്തി ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, വെർട്ടിക്കലി ഉള്ള റിലേഷൻ അതില്ല. ഒന്നും കൂടി ഞാൻ പറയാം, സ്പിരിച്വലി ആത്മീയത ഇല്ല. അപ്പൊ അഭക്തി എന്നാൽ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുക. വെർട്ടിക്കലി റിലേഷൻ ഇല്ല, ആത്മീയത ഇല്ല. എന്നാൽ അനീതി എന്നാൽ എന്താ? അൺറൈച്ചസ്നെസ് എന്താ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായല്ലോ. മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ റിലേഷൻ. അപ്പൊ ഒന്ന് വെർട്ടിക്കലി, ഒന്ന് ഹൊറിസോണ്ടൽ. അപ്പൊ ആൾക്കാർ ചിലപ്പോ കുരിശെന്നൊക്കെ പറയും, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചോളണേ. അപ്പൊ അനീതി മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുന്ന, അതിനെ ധാർമ്മികത എന്ന് പറയും. ബിഹേവിയർ ആയിട്ട് മനുഷ്യരോട് ബന്ധപ്പെട്ട് ധാർമ്മികത. അപ്പോൾ ഒന്ന് ആത്മീയത, രണ്ട് ധാർമ്മികത. ഒന്ന് വെർട്ടിക്കൽ, ഒന്ന് ഹൊറിസോണ്ടൽ. ഒന്ന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കുക, രണ്ട് മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുക. കണ്ടോ? ഇതാണ് അഭക്തിയും അനീതിയും എന്ന് പറയുന്നത്. ദൈവസഭയെ ഒരു 2 വാക്യം വായിച്ചാലോ നമുക്ക്? ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം വായിച്ചാട്ടല്ല, 12-ാം അധ്യായം 30-31 വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 12, 30 and 31. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല. ദൈവസഭയെ, നിങ്ങൾ എന്റെ കൂടെ വന്നേ. 2 കൽപ്പനകളെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നീ പൂർണ്ണ ഹൃദയത്തോടെ
നിനക്ക് പൂർണ്ണമായി പറ്റിച്ചേരാവുന്ന വിധത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കുക. 2, നീ മനുഷ്യനെ സ്നേഹിക്കുക. അതിനകത്ത് വ്യക്തമാണ് നമുക്ക് യേശു കർത്താവ് അവിടെ പറയുന്നത് 10 കൽപ്പനകളെ അത് ചുരുക്കിയ പറയുന്നത്. അതായത് 10 കൽപ്പനകളെ 2 വിധമാക്കിയ പറഞ്ഞേ. 1 മുതൽ 4 വരെയുള്ളതായ കൽപ്പനകളെ 1-ാം ഘട്ടമാക്കി ദൈവത്തോട് ബന്ധപ്പെട്ട്. 5 മുതൽ 10 വരെയുള്ളതായ കൽപ്പനകള് മനുഷ്യരോട് ബന്ധപ്പെട്ടാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ഇതുവരെ ദൈവത്തോട് ബന്ധപ്പെട്ടാണ്, ആത്മീകമായിട്ട്, അതായത് വെർട്ടിക്കലി ഉള്ളതാണ്. എന്നാൽ 5-ാമത്തെ തൊട്ട് അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, ഭാര്യയെ മോഹിക്കരുത്, ദാസനെ, ദാസിയെ, കഴുതയെ, ഇവയൊന്നിനെയും മോഹിക്കരുത്. ഇത് 10-ാമത്തെ. അപ്പൊ 5 മുതൽ താഴോട്ടുമുള്ളത് എന്തുവാ? അത് മനുഷ്യരോട് ബന്ധപ്പെട്ട. ഇതാണ് യേശു ആ കൽപ്പനയെ 2ആക്കി കാണിച്ചത്. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക. ദൈവസഭയെ നോക്കുക. അപ്പോൾ അഭക്തി എന്നാൽ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുക. അനീതി എന്നാൽ മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുക. ഈ അഭക്തന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, അഭക്തൻ യുക്തി അനുസരിച്ച് ജീവിക്കുന്നവനാണ്. സ്തോത്രം. എന്നാൽ ഭക്തൻ എങ്ങനെയാ? ഭക്തൻ അവൻ വചനപ്രകാരം ജീവിക്കുന്നവനാണ്. അഭക്തി അല്ലെങ്കിൽ അഭക്തൻ, ഈ അഭക്തി എന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കട്ടെ കേട്ടോ. അഭക്തി ദൈവ ഭയത്തെ പുറത്താക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലേ. അഭക്തനായി ജീവിക്കുന്നത് ദൈവത്തെ ഭയമില്ലെന്ന്. എന്നാൽ ഭക്തിയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ ഭയമാണ്, ദൈവത്തോടുള്ള ഭയമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒട്ടേറെ യുവാക്കന്മാരും യുവതികളും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അന്യദേവന്മാരെ ആഗ്രഹിക്കുന്നവരുടെ പിന്നാലെ പോകുന്നത്. അവരുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട്, അവരുടെ ഉത്സവങ്ങളോട് ബന്ധപ്പെട്ട്, ആഘോഷങ്ങളോട് ബന്ധപ്പെട്ട്, അവരുടെ ആരാധനയോട് ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചത്? സ്തോത്രം. അവർക്ക് ദൈവ ഭയമില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് പോവുക. നോക്ക് ദൈവസഭയെ, അനീതി എന്ന് പറയുന്നത് എന്താ? അതായത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനെ സ്നേഹിക്കുക. എന്നാൽ ഒന്നും കൂടി ഞാൻ പറയാം, അഭക്തിയുടെ റിസൾട്ടാണ് അനീതി. നിങ്ങൾ എന്റെ കൂടെ വന്നേ. അഭക്തിയുടെ റിസൾട്ടാണ്, അഭക്തി മൂലം ഉളവാകുന്നതാണ് അനീതി. അയ്യോ, ഇപ്പൊ കാര്യം മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞ എന്താ? കൽപ്പനകൾ അങ്ങനെയാ, ആദ്യം ദൈവത്തെ, പിന്നെ മനുഷ്യനെ. അപ്പോൾ ദൈവത്തോട് ബന്ധമില്ല എങ്കിൽ അതിനെ അർത്ഥം അവൻ അഭക്തനാണ്. അങ്ങനെ അഭക്തി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അവനിൽ അനീതിയും വെളിപ്പെടും. കണ്ടോ? അൺറൈച്ചസ്നെസ് ഈസ് ദ റിസൾട്ട് ഓഫ് അൺഗോഡ്ലിനെസ്. അപ്പൊ ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവനെ സ്നേഹിക്കുക. അനീതിയുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവന് മനുഷ്യനോട് സ്നേഹം ഉണ്ടാവത്തില്ല, തമ്മിൽ സ്നേഹമില്ല. ഒരിക്കൽ കാനമച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആ ദൈവ മനുഷ്യനെ അറിയാമല്ലോ, കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ ദൈവദാസൻ പറഞ്ഞ കാര്യമായി, ഇത് മനുഷ്യൻ ഇന്ന് കൃത്രിമ ജീവിതം നയിക്കുന്ന ഒരു കാലമാണ്, പ്രഹസനത്തിന്റെ ഒരു കാലം. മനുഷ്യൻ ദൂരെയുള്ള ചന്ദ്രനിൽ പോകുന്നുണ്ട്, പക്ഷെ തൊട്ടടുത്തുള്ള വീട്ടിൽ കാലൂത്തിയിട്ട് നാളുകളായെന്ന്. ഒരിടത്ത് സമാധാനത്തിന്റെ പ്രാവിനെ പറപ്പിക്കുകയാണ്, എന്നാൽ അതിന്റെ അടിത്തട്ടിലുള്ള ഭൂഗർഭത്തിലോ കൊലവിളിയുടെ ബോംബിന്റെ പരീക്ഷണങ്ങൾ. ആയുസ്സിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന മനുഷ്യർ തമ്മിൽ ഭയാശങ്കകളോടെ ഉറ്റുനോക്കുകയാണ്. കാരണം എന്താ? മനുഷ്യന്റെ ഉള്ളിൽ കേടുതട്ടി. അഗ്നിപർവ്വതം പൊട്ടിപ്രവഹിക്കുന്ന പ്രകാരം മനുഷ്യന്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത വിങ്ങലുകളാ. ഭയം, പ്രതികാരം, വമ്പ് പറച്ചില്, മദ്യപാനാസക്തി തുടങ്ങിയവയ്ക്ക് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക.
നോക്കുക ദൈവസഭയെ, പല രാജ്യങ്ങളും ഇന്ന് അവരവരുടെ സർക്കാരുകളെ, ഗവൺമെന്റ്സിനെ സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? തോക്കിൻ കുഴലുകളിലൂടെയാ. കാരണം എന്താ? സ്നേഹമില്ലായ്മയാണെന്നേ. സ്തോത്രം. സ്നേഹമില്ലായ്മ. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല. രാജ്യങ്ങൾക്ക് രാജ്യങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒരു ഗ്രൂപ്പിന് മറ്റൊരു ഗ്രൂപ്പിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പാനലുകാർക്ക് മറ്റൊരു പാനലിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ മാറണമെന്നേ. നോക്കുക സഭയെ, ഭൂമിയിലെ ഒന്നാമത്തെ മരണം ശ്രദ്ധിക്കുക. കായീനിൽ പിശാച് കയറിയപ്പോൾ സഹോദരനെ കൊന്നു. സിമ്പിൾ. ധാർമ്മികത പോയി. എവിടെയാ ധാർമ്മികത? കായീനിൽ പിശാച് കയറി, സഹോദരനെ കൊന്നു. നോക്കിയേ, യൂദയിൽ പിശാച് കയറിയപ്പോൾ ഗുരുവിനെയും കൊന്നു. ഇസ്കറിയോത്ത് യൂദയിൽ പിശാച് കയറിയപ്പോൾ ഗുരുവിനെയും കൊന്നു. ധാർമ്മികത എവിടെയാ? പിശാച് ആദ്യം മുതൽ കൊലപാതകനാണ് കേട്ടോ. നോക്കൂ സഭയെ, അപ്പോൾ അഭക്തിയും അനീതിയും, അഭക്തിയുടെ റിസൾട്ടാണ് അനീതി. നിങ്ങൾ ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ വരരുത്. പിശാച് കയറിയപ്പോൾ ഒരുവൻ സഹോദരനെ കൊന്നു, പിശാച് കയറിയപ്പോൾ ഒരുവൻ ഗുരുവിനെ കൊല്ലിച്ചു. സഭയെ, മനുഷ്യരെ സ്നേഹിക്കണമെങ്കിൽ, ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ ഹൃദയമാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം ദൈവഭക്തി ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അക്രമം ഉലകത്തിൽ മുളച്ചു വരും. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും അക്രമം മുളച്ചു വരും. വിഡ്ഢിത്തങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അവനവന്റെ ഉള്ളിൽ നിന്നുമുള്ളതായ വാസന മുളച്ചു വരും. ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹൃദയം പ്രാപിക്കാൻ ദൈവത്തോടടുക്കണം. ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തിയുണ്ടെങ്കിൽ അവൻ ഹൊറിസോണ്ടലായി മനുഷ്യനെയും സ്നേഹിക്കുമെന്നേ. സ്തോത്രം. സഭയെ ഞാൻ അവസാനിപ്പിക്കാം. 8:40 അഭക്തിയുടെ പ്രധാനപ്പെട്ട കുറെ വശങ്ങളൊക്കെയുണ്ട്. ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. ഒരുപാട് വശങ്ങളുണ്ട്. അനുസരണക്കേടുണ്ട്, അധാർമികമായിട്ടുള്ള ഇമ്മോറലി ബിഹേവിയർ ഉണ്ട്, ഇറവറൻസ് ഉണ്ട്, അതുപോലെ ആത്മിക മൂല്യങ്ങളെ തിരസ്കരിക്കുക, റിജക്റ്റ് ചെയ്യുക, സ്പിരിച്വൽ വാല്യൂസിനെ. ഇവയൊക്കെ അഭക്തിയുടെ ഒരു പ്രധാന വശങ്ങളാണ്. ഇവയൊക്കെ കാണുമ്പോൾ ഓർത്തോളണം, ആള് ഭക്തിയിൽ നിന്നും ഔട്ടായി. സ്തോത്രം. നോക്ക് സഭയെ, വിശുദ്ധ തിരുവഴുത്തിലെ ഒരു അൺഗോഡ്ലി ഫിഗറാണ് ആഹാബ് രാജാവ്. അഭക്തനായ മനുഷ്യൻ. നമുക്കറിയാം ആഹാബിനെ കുറിച്ച് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം. 1 രാജാക്കന്മാർ 16 തൊട്ടാണ്. അദ്ദേഹം ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാ? ഒന്ന്, അദ്ദേഹം ചെയ്ത് വിഗ്രഹാരാധനയാണ്. നമുക്കറിയാം, താൻ വിവാഹത്തിന് ശേഷം, താൻ വിവാഹം കഴിച്ച ആരെയാ? ഇസബേലിനെ വിവാഹം കഴിച്ചേ. വിവാഹത്തിന് ശേഷം താൻ ഭാര്യയുടെ വിഗ്രഹങ്ങളെ ആരാധിപ്പാൻ തുടങ്ങി, ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. അതാരാ? പാഗൻ ഗോഡാണ്. അപ്പോ ആഹാബ് ഐഡോലേറ്ററി വിഗ്രഹാരാധന തുടങ്ങി. 2, തന്റെ പരാജയം ധാർമ്മികമായ അഴിമതിയായിരുന്നു. മോറൽ കറപ്ഷൻ ഉണ്ടായിരുന്നു. ധാർമ്മികമായ തെറ്റ് തന്നിലുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആഹാബ് രാജാവ് തന്റെ ഭാര്യയെ മറ്റ് പലതിനും വേണ്ടി അനുവാദം കൊടുത്തു, ദുഷ്ടത ചെയ്യാനായിട്ട്. തന്റെ ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തു. ദൈവദാസന്മാരെ കൊല്ലുവാൻ, പേഴ്സിക്യൂഷൻ നടത്തുവാൻ, മർഡർ ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ മേല് കൊലപാതകം നടത്തുവാൻ ആഹാബ് അനുവാദം കൊടുത്തു. സ്വന്തം മുദ്ര പോലും പതിപ്പിക്കാൻ അനുവാദം കൊടുത്തു ഭാര്യയ്ക്ക്. നീതിമാനായ നാബോത്തിനെ കൊല്ലുവാൻ വരെ തയ്യാറായി ഉടലെടുത്തു. അല്ലേ? ഒന്ന് കളഞ്ഞില്ലേ? മോറൽ കറപ്ഷൻ, ധാർമ്മികമായ അഴിമതിയുള്ളവനായിരുന്നു ആഹാബ്. നോക്കുക, മാനസാന്തരത്തിന്റെ ദൂതറിയിച്ച ഏലിയ പ്രവാചകനോട് തിരസ്കരണം നടത്തി. ദൂതിനെതിരെ, പ്രവാചകനെതിരെ തിരസ്കരിച്ചു. അപ്പൊ ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ താൻ റിജക്ഷൻ നടത്തി.
അത് തന്റെ മൂന്നാമത്തെ പരാജയമാണ്. താൻ ഇൻജസ്റ്റിസ് നടത്തുന്നവനായിരുന്നു. അതായത് തന്റെ വാഴ്ചയുടെ സമയം, ആ സമയത്തെക്കുറിച്ച് തിരുവഴുത്ത് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് നൊട്ടോറിയസ് അൺഗോഡ്ലി കിങ് ഇൻ ഇസ്രായേൽസ് ഹിസ്റ്ററി എന്നാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും അധപ്പതിച്ച അഭക്തനായ ഒരു മനുഷ്യൻ, ഒരു രാജാവ് ഇസ്രായേൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് നോക്കു സഭയെ, തന്റെ അഭക്തി മൂലം ജീവിതത്തിൽ പുലർത്തേണ്ടിയിരുന്ന ധാർമ്മികത നഷ്ടമായ മനുഷ്യനായിരുന്നു ആഹാബ്. ആദ്യമുണ്ടാകട്ടെ ഭക്തി ഉണ്ടാകണം. ഭക്തി അഭിനയിക്കാൻ പറ്റും, പക്ഷെ അകത്ത് ഭക്തിയില്ലെങ്കിൽ നിശ്ചയമായും പുറത്ത് അനീതി വെളിപ്പെടും, അല്ലേ? ആത്മീക ലോകത്തിലെ അഭിനേതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുതയാണ്, എത്ര പുട്ടിയിട്ട് പുറത്തെ മനുഷ്യന് ഭംഗി വരുത്തിയാലും അവർക്ക് നീതി ചെയ്യാനാകത്തില്ല. കാരണം യഥാർത്ഥ ഭക്തനായി മാറിയെങ്കിൽ മാത്രമേ നീതി പുറത്തു വരുള്ളൂ, ഇല്ലെങ്കിൽ അനീതിയായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഭക്തനാണെങ്കിൽ നീതി മുളയ്ക്കും, അഭക്തനാണെങ്കിൽ അനീതി മുളയ്ക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് കാണുന്ന അസൂയക്കും അസമത്വങ്ങൾക്കും അക്രമങ്ങൾക്കും ഒക്കെ കാരണം എന്താ? അഭക്തിയാന്നേ. മനുഷ്യൻ അഭക്തനായി മാറി. സ്തോത്രം. അസൂയ എന്താ? അവനവന്റെ പോരായ്മകളെ കുറിച്ചുള്ള അപകർഷതാബോധമാണ് അസൂയ എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഭവം പിന്നീട് മത്സരമായി മാറി കൊലപാതകത്തിൽ വരെ എത്തിച്ചേർന്ന ചരിത്രമുണ്ട്, ബൈബിളിലുണ്ട് എത്രയോ ചരിത്രങ്ങൾ. ഈ ഘട്ടത്തിൽ എന്താ പുറത്തു വന്നത്? അനീതിയാ പുറത്തു വന്നത്. സ്തോത്രം. കാരണം അഭക്തി, ദൈവത്തിലൂടെ മറ്റുള്ളവരെ കാണുവാൻ കഴിയുന്നില്ല. അസമത്വങ്ങളുണ്ട്. എന്താ? വ്യത്യാസപ്പെടുത്തി കാണുക, വലിപ്പ ചെറുപ്പത്തിൽ ആളുകളെ സ്നേഹിക്കുക, എല്ലാവരെയും മറ്റുള്ളവരൊക്കെ വ്യത്യാസപ്പെടുത്തി സ്നേഹിക്കുന്നവരുണ്ട്. ഫേവറിസം. അത് കാരണം എന്താ? അത് അവരുടെ ഉള്ളിലെ അഭക്തിയാണ്. സ്തോത്രം. ഒരു വീട്ടിൽ തന്നെ 10 സഹോദരങ്ങളിൽ വ്യത്യാസപ്പെടുത്തി കണ്ട ഫേവറിസമായി തെറ്റാണ്, അനീതിയാണത്. അതിന്റെ കാരണം എല്ലാവരെയും ഒരുപോലെ ദൈവത്തിലൂടെ കണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന അഭക്തിയാണ് അതിന്റെ കാരണം. അനീതി പുറത്തേക്ക് വരിക അതുമൂലം. അക്രമങ്ങൾ നോക്കുക. അക്രമങ്ങളുടെ അർത്ഥം എന്താ? മലയാളത്തില് ക്രമമില്ലാത്ത ഒക്കെ അക്രമ. ശാരീരികമായ അക്രമങ്ങളുണ്ട്. എന്തോ അടിക്കുന്നത്, ഇടിക്കുന്നത്, കുത്തുന്നത്, വെട്ടുന്നത് ഒക്കെ അക്രമ. സാമ്പത്തികമായിട്ട് എന്താ? കൈക്കൂലി വാങ്ങുന്നത്, ദരിദ്രനെ പരിഹസിക്കുന്നത്, വമ്പ് പറയുന്നത്, ഇതൊക്കെ എന്തുവാ? അക്രമ. മതപരമായിട്ട് എന്തോ അയിത്തങ്ങളുണ്ട്, അടിച്ചേൽപ്പിക്കലുണ്ട്, ആരാധനകളിലെ അനാദരവുണ്ട്. ആത്മീയ വിഷയത്തോട് ബന്ധപ്പെട്ട് അക്രമങ്ങളുണ്ട്. ആരാധന അനാദരവ് കാണിച്ചാൽ അത് അക്രമമാണ് കേട്ടോ. നോക്ക് സഭയെ, ഇങ്ങനെ വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അനീതി ചെയ്യുന്നവർ വ്യാപരിക്കുന്നത് അഭക്തിയാണ്. ദൈവത്തിലൂടെ മറ്റുള്ളവരെ കാണുവാൻ കഴിയുന്നില്ല. നോക്കുക, മനുഷ്യർ അഭക്തരായി ദൈവത്തിനെ റിജക്റ്റ് ചെയ്തപ്പോൾ അവരുടെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു. സ്തോത്രം. അവരുടെ ഉയരത്തിലേക്കുള്ള അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു. അതുമൂലം അവർക്ക് മനുഷ്യരോടുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ പുറത്ത് വ്യാപരിക്കുന്ന അനീതി കൊണ്ട് ദൈവത്തിന്റെ സത്യത്തെ സപ്രസ് ചെയ്യുവാനായിട്ട് അവരാരംഭിച്ചു. കണ്ടോ? തുടക്കം എവിടുന്ന? വെർട്ടിക്കൽ റിലേഷൻ, ഉയരത്തിലെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതായ മനുഷ്യന് അവന്റെ പ്രകൃതിയോട്, അവന്റെ സ്വാഭാവികമായ ചുറ്റുപാടുകളോട് സ്നേഹിപ്പാൻ കഴിയാതെ വണ്ണം അവൻ അനീതിയുള്ളവനായി തീർന്നു. പിന്നീട് ഇവന്റെ പ്രവൃത്തി മൊത്തം അനീതി കൊണ്ടാ. അതാണ് അനീതി കൊണ്ട് തടുക്കുക എന്ന് പറയുന്നത്. അനീതി കൊണ്ട് അവൻ ദൈവികമായ സത്യത്തെ തടുക്കുന്നു. ഏതാത്? ദൈവം പ്രകൃതിയിൽ വെച്ചിരുന്നതായ തന്റെ മഹത്വത്തെ. സ്തോത്രം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെ ദൈവം തന്നെ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ വെച്ചിരുന്ന തന്റെ ഡിവിനിറ്റി, തന്റെ എറ്റേണൽ പവർ, ഇതിനെ മനഃപൂർവ്വം റിജക്റ്റ് ചെയ്തു. കാരണം അവന്റെ അനീതി, അവന് ദൈവവുമായി ബന്ധമില്ലാതിരുന്ന അഭക്തി അവിടെ നിന്നായിരുന്നു ആരംഭം. ദൈവസഭയെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഭക്തിക്കനുസരണമായ നീതിയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്
എത്ര പേരിന്ന് രാത്രി പ്രാർത്ഥിക്കും? സ്തോത്രം. ദൈവസഭയെ നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി ഉടയപ്പെട്ടു. അവനിലൂടെ വിശ്വസിച്ച് ക്രിസ്തീയ ജീവിതം തുടരുന്ന നാം ഇന്ന് ഭാഗ്യശാലികളാണ്. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ സ്തോത്രം ദാവീദിന് സംഭവിച്ചതായ അനേകം ദൈവഭക്തന്മാർ ഒരു ഘട്ടത്തിലൊക്കെ പാളിച്ചകൾ പറ്റിയില്ല. എന്തുവാ? ആ ഭക്തിയുടേതായ പരിവേഷം വന്നു ചേർന്നു. അറിയാത്തൊരു ഘട്ടത്തില് സ്തോത്രം ഒരു സോഴ്സ്, ഒരു അവർ ഓൺ സോഴ്സ്, ഒരു വിഡിത്തം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ചിന്ത വന്നു കയറി മുളച്ചു. അതിലൂടെ ചെയ്തു പോകുന്നതായ തെറ്റിനെ സ്തോത്രം അങ്ങനെയൊന്നും സംഭവിക്കാതെ ഈ ദൈവത്തിൻ്റെ വചന പഠനം, ദൈവത്തോട് ഭക്തിയും ഔവണ്ണം നീതിയുള്ളതായ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തിരുവെഴുത്ത് ഇന്ന് സംസാരിച്ചത് മൂലം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കഷ്ടതയ്ക്കുള്ള സകല പ്രതിഫലവും പ്രാപിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ കേൾപ്പിക്കുക ആലോചനയ്ക്ക് മുൻപാകെ വിധേയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ബിന്നി മുതൽ പരസ്യമായി പ്രാർത്ഥിക്കുന്നു.